നീ എന്താണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കണേ? എനിക്ക് അങ്ങേരുമായിട്ടുള്ള ജീവിതം മടുത്തിരി. അങ്ങേർക്ക് വേറെ ഏതോ പെൺകുട്ടികളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഏയ് നിനക്ക് വെറുതെ തോന്നോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇല്ലടി, തോന്നലല്ല, ബന്ധമുണ്ട്. നീയും തീരെ മോശമൊന്നും അല്ലല്ലോ. കല്യാണത്തിന് മുമ്പ് ഒരുമിച്ച് 3 പേരെയല്ലേ ഒരുമിച്ച് ലൈനടിച്ച് നടന്നത്. ഇടി, ഇവന്മാരെ മനസ്സറിയാന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത്. ഇവന്മാര് പെട്ടെന്ന് വീഴും. എന്നാലും നിന്നെ സമ്മതിക്കണം, കല്യാണത്തിന് മുമ്പ് അത് 3 പേര്. ആ, അതൊക്കെ ഒരു കാലം. മോള് വിചാരിച്ചായിരുന്നോ നമ്മൾ തമ്മിൽ പ്രേമിക്കുമെന്നും കല്യാണം ഉറപ്പിക്കുമെന്നൊക്കെ? അയ്യോ ഇല്ല കേട്ടോ. ആണല്ലേ? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഒരു പെമ്പിള്ളേരെ മൂത്ത് നോക്കാത്ത എനിക്ക് മോളെ എങ്ങനെ ഇഷ്ടമായി? അവിടെ നീണ്ട മൂക്കായിരുന്നല്ലേ? അങ്ങനെ പറ. ജോത്സ്യത്തിൽ വിശ്വാസം ഉണ്ടാ? എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ജോത്സ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീണ്ട മൂക്കുള്ള പെമ്പിള്ളേർക്ക് ശ്രീരാമചന്ദ്രനെ പോലത്തെ പയ്യനെ കിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഇത് ആരോഗ്യം ചെയ്തത്. എങ്ങനെയാണെന്ന് ഇൻസ്റ്റാഗ്രാം എന്തില്ലാത്ത? എനിക്ക് അതിലൊന്നും താല്പര്യം ഇല്ല കേട്ടോ. ഓ, നീണ്ട മൂക്ക്. എന്റെ നീണ്ട മൂക്കാണോ? അല്ല. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു നല്ല കൊച്ചിനെ കിട്ടിയ എനിക്ക് വയ്യ. ജോത്സ്യന്മാരുടെ കാര്യം. അയ്യോ സുനിലേട്ടൻ. അത് എന്റെ ചേട്ടനില്ലേ, സഹോദരന്റെ കൂട്ടുകാരൻ. അതിനിപ്പോ എന്ത്? നമ്മുടെ തമ്മിലുള്ള നിശ്ചയം വരെ. പിന്നെ നീ എന്നോട് സംസാരിക്കുന്ന എന്ത് കുഴപ്പം? അയ്യോ, ഞങ്ങളെ കുടുംബക്കാരെ കല്യാണം കഴിയാതെ ഇങ്ങനെ പ്രേമിച്ചൊന്നും നടക്കൂല ഏട്ടാ. പ്രശ്നമാവൂ? പ്രശ്നമാവും. എന്റെ സഹോദരൻ അറിഞ്ഞാലേ നമ്മുടെ കല്യാണം വരെ മുടങ്ങും. അത് വേണ്ട. നീ എന്തെങ്കിലും പറഞ്ഞൊന്ന് പറഞ്ഞേക്ക്. ഞാൻ പോയേ എന്തെങ്കിലും പറഞ്ഞേക്കാം. ആ ചേട്ടനെ പറഞ്ഞേക്കാം. ചേട്ടാ അങ്ങോട്ട് വരില്ലേ? ഇവിടെ തന്നെ ഇരിക്കണം. ഓരോ കുരിശികൾ വരും കല്യാണം. ബേബി, എന്റെ വണ്ടി വന്നേ ആ പുള്ളി ഇടിച്ച്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ഫുഡ് വാങ്ങി കൊടുത്തിട്ട് വിടാന്ന് പറഞ്ഞ് വന്നതാ. ബേബി എന്നെ സംശയിച്ചോ? നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും അയാൾക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞാലേ അയാൾ ക്യാഷ് ചോദിക്കും. ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാം. ഇല്ലെങ്കിൽ പിന്നെ ബേബി വാങ്ങി തന്ന ഈ ഐഫോൺ ഞാൻ വിറ്റ് കാശ് കൊടുക്കേണ്ടി വരും. അത് ഞാൻ വാവക്ക് വാങ്ങിച്ചു തന്നതല്ലേ? ആണോ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ബേബി അങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് എവിടെയെങ്കിലും മാറി നിൽക്കോ? ശരി. വെയിൽ കൊള്ളണ്ടേ? ശരി. കൂളിംഗ് ഗ്ലാസ് വെക്ക്. ആരുടെയവൻ? അയ്യോ ബേബി, അയാളെ ചേട്ടനാണെന്ന് തോന്നുന്നു. അയാൾ ഫോൺ വിളിച്ച് വരുത്തിയതാ. ബേബി കാണണ്ട. ബേബി അങ്ങോട്ട് മാറി നിൽക്കുവോ? മാറി നിൽക്ക് ബേബി. ചക്കര, എന്റെ വണ്ടി ഇത് അവനെ തട്ടി. അവന്റെ ചേട്ടനെ വിളിച്ചു വരുത്തി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനേ പറഞ്ഞ് സോൾവ് ചെയ്തതാ. ചക്കരക്ക് എന്നെ സംശയമല്ലേ? അയ്യോ ചക്കര വരില്ലേ? ചക്കര വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. കൂടുതൽ പൈസ വേണമെന്ന് അവൻ പറയൂലേ. ചക്കര അങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് എവിടെയെങ്കിലും മാറി നിൽക്കുവോ? അയ്യോ വേണ്ട, ഇവിടെ എവിടെയെങ്കിലും മാറി നിന്നാണ്. ഞാൻ പോയി സോൾവ് ചെയ്യാം. അങ്ങോട്ട് മാറി നിൽക്കുവോ? ഓക്കെ ചക്കര, ശരി. അതെന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ. എന്റെ ചേട്ടന്റെ കൂട്ടുകാരനല്ല, രണ്ടാമത് നീ സംസാരിച്ച ആ കറുത്ത ഷർട്ട് ഇട്ടവൻ ആരവൻ? അയ്യോ അതെ, എന്റെ കൂട്ടുകാരൻ, എന്റെ വീട്ടിന് അടുത്തുള്ളത്. ഇത്ര രഹസ്യമായിട്ട് പറയാൻ? അവൻ പറഞ്ഞേ എന്നെ കിട്ടിയത് ചേട്ടന്റെ ഭാഗ്യമാണെന്ന്. അങ്ങനെ എന്നെ ചൂണ്ടിക്കാണിച്ച് എന്തോ പറഞ്ഞല്ലോ. നമ്മൾ രണ്ടുപേരെ ഭയങ്കര മേച്ചാണെന്ന്. ഇത് മാത്രം പറയാൻ എത്രയും സമയം? അല്ല, അവൻ നമ്മുടെ എൻഗേജ്മെന്റിന് വന്നില്ല. ഞാൻ കണ്ടില്ല. നമുക്കൊരു ഓൾ ദ ബെസ്റ്റ് പറയാൻ വന്നത്. ഓ അതായിരുന്നാ? എനിക്ക് പറയാൻ പറ്റിയില്ല. എന്തോന്ന്? ഓൾ ദ ബെസ്റ്റ്.